നമസ്കാരം. അവനവന്റെ ഭാഗത്ത് ഉണ്ടായ വീഴ്ച, സിസ്റ്റത്തിലെ അവതാളം, ഇതൊക്കെ മറ്റുള്ളവന്റെ തലയിൽ കെട്ടിവെക്കുക, സത്യങ്ങൾ വിളിച്ചു പറയുന്നവനെ ശിക്ഷിക്കുക, അല്ലെങ്കിൽ പ്രതികാരം ചെയ്യുക, അല്ലെങ്കിൽ നടപടിയെടുക്കുക. ഇതൊക്കെ നമ്മുടെ കേരള സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പലർക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, മന്ത്രിമാരോ അതുപോലെ രാഷ്ട്രീയക്കാരോ കാണിക്കുന്ന തോന്നിയാസത്തിന് പലപ്പോഴും മറുപടി പറയേണ്ടി വരിക പാവം പിടിച്ച ഉദ്യോഗസ്ഥരാണ്, സർക്കാർ ഉദ്യോഗസ്ഥരാണ് പലപ്പോഴും മറുപടി പറയേണ്ടി വരിക. അവരുടെ തലയിൽ ചാരി വെച്ച് ഇവർ ഊരിപ്പോരുകയാണ് പതിവ്. നമ്മൾ ഇതിനു മുൻപ് പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മുടെ കേരളം ഏറെ ചർച്ച ചെയ്ത വിഷയമാണ് ഡോക്ടർ ഹാരിസ് എന്ന യൂറോളജിസ്റ്റിന്റെ തുറന്നു പറച്ചിൽ. ഓപ്പറേഷൻ ചെയ്യാൻ നിവൃത്തിയില്ലാതെ പാവപ്പെട്ട രോഗികൾ വലയുന്നു എന്ന് ആ പാവ മനുഷ്യൻ തുറന്നു പറഞ്ഞു. അദ്ദേഹത്തെ മാനസികമായി പീഡിപ്പിക്കാവുന്നതിന്റെ മാക്സിമം പീഡിപ്പിച്ചു. ഇവിടെ അദ്ദേഹത്തിന്റെ യൂണിറ്റിലെ ഒരു യന്ത്രം കാണാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അത് മറച്ചു വിറ്റതാണ് എന്ന് വരെ പറഞ്ഞുണ്ടാക്കി. അദ്ദേഹത്തിനെതിരെ ഇനി സ്ത്രീ പീഡന ആരോപണം കൂടി വരാനുള്ളൂ. അതും ഉടനെ തന്നെ വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ മന്ത്രി ശ്രീമതി വീണ ജോർജ് ഓർക്കുക, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു പാവം ഡോക്ടറാണ്. അദ്ദേഹത്തെ നിങ്ങളുടെ അധികാരവും നിങ്ങളുടെ കഴിവും, അവിടെ CITU എന്ന് പറയുന്ന യൂണിയന്റെ പ്രവർത്തകരൊക്കെ തന്നെയാണ് അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പല കളികളും കളിക്കുന്നത്. ഈ ഡോക്ടർക്കെതിരെ നിലകൊള്ളുന്നത്, ഇദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനും ഇദ്ദേഹത്തെ ബോയ്ക്കോട്ട് ചെയ്യാനും ഒക്കെയുള്ള രഹസ്യ തീരുമാനങ്ങളൊക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ശക്തമായി പിടിച്ചു നിന്നു. ഇയാളുടെ മുറി തുറന്ന് പരിശോധിച്ചു എന്ന് പ്രിൻസിപ്പൽ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തി. പ്രിൻസിപ്പൽ ആരുടെ കൂടെയാണ്? PK ജബ്ബാർ എന്ന ഡോക്ടറാണ്. അതായത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറയുന്നു, ഡോക്ടർ ഹാരിസിന്റെ ഓഫീസ് മുറി തുറന്ന് പരിശോധന നടത്തിയെന്ന്. മറ്റൊരു ഡോക്ടറുടെ ഓഫീസ് മുറി തുറന്ന് പരിശോധന നടത്താൻ മെഡിക്കൽ ചട്ടപ്രകാരം പ്രിൻസിപ്പലിന് അധികാരമുണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ടതാണ്. മാത്രമല്ല, മുറി വേറെ പൂട്ടിയത് സുരക്ഷയുടെ ഭാഗമായിട്ട്. ഇത്രയും സുരക്ഷയും കാര്യങ്ങളും ഒക്കെയുള്ള ഈ മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് എന്താണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അവിടെ ബയോപ്സിക്കായിട്ട് അയച്ച അവയവങ്ങൾ, അതായത് സർജറി കഴിഞ്ഞ് പരിശോധനയ്ക്കായി അയച്ച ശരീരഭാഗങ്ങൾ പോലും കാണാതായതും ആക്രിക്കാരൻ പെറുക്കിക്കൊണ്ടുപോയതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സുരക്ഷയുടെ കാര്യമൊന്നും, ഇവിടുത്തെ സിസ്റ്റത്തിന്റെ കാര്യമൊന്നും ആരും പറയണ്ട എന്നുള്ളതാണ്. പരിശോധനയിൽ മുറിയിൽ ഒരു ഉപകരണം കണ്ടെത്തി. എന്നാൽ പൂർണ്ണമായും മോഡ്സിലോസ്കോപ്പ് ആണെന്ന് സ്ഥിരീകരിക്കാറായിട്ടില്ല. ഈ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ MBBSഉം MDയും ഒക്കെ പഠിച്ച ഡോക്ടറായ ആളാണ്. മോഡ്സിലോസ്കോപ്പ് എന്ന ഉപകരണം കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പോലും വയ്യാത്ത അത്രയും വിവരമേ ഇയാൾക്കുള്ളൂ. ഇയാൾ എങ്ങനെ പ്രിൻസിപ്പളായി എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഈ മോഡ്സിലോസ്കോപ്പ് കാണാതെ പോയി എന്നാണ് പറഞ്ഞത്. അത് നന്നാക്കി തിരിച്ചുകൊണ്ട് വെച്ചതാണ് എന്നുള്ള കാര്യം ഡോക്ടർ ഹാരിസും പറയുന്നുണ്ട്. ഡോക്ടർ ഹാരിസിനെതിരെ തെളിവുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടികളും ഇത്തരം നാടകങ്ങളും ഇത്തരം വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്ന് നമുക്ക് ഏതാണ്ട് വ്യക്തം. കാരണം നമ്മൾ ചോറാണല്ലോ ഉണ്ണുന്നത്. അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഇതൊക്കെ മനസ്സിലാകും. DMAയുടെ ടെക്നിക്കൽ ടീം പരിശോധന നടത്തും. പരിശോധന കഴിഞ്ഞാൽ മാത്രമേ ഇത് മോഡ്സിലോസ്കോപ്പ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ എന്നാണ്. സത്യം പറഞ്ഞാൽ ചിരിയും കൂടെ വരുന്നുണ്ട്. ഇത്രയും വിവരമില്ലേ? അതോ ഇത് ആരുടെയെങ്കിലും പാവയായിട്ട് പ്രിൻസിപ്പൾ ഇങ്ങനെ കളിക്കുന്നതാണ്? ഒരു പാവം പിടിച്ച ഡോക്ടറെ നിങ്ങൾ ഇനിയും ക്രൂശിക്കരുത്, ഇനിയും ശിക്ഷിക്കരുത്. അയാൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതേ ഉള്ളൂ, സത്യം പറഞ്ഞതേ ഉള്ളൂ. അതും ജനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ മനുഷ്യൻ സത്യം തുറന്നു പറഞ്ഞത്. ഡോക്ടർ ഹാരിസ് ആ മനുഷ്യനെ ഇങ്ങനെ വേദനിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ഒന്നും ചെയ്യരുത്. സർക്കാർ സർവീസ് എത്രയോ വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഡോക്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സ്വകാര്യ ക്ലിനിക്കുകളും സ്വകാര്യ ആശുപത്രികളും അദ്ദേഹത്തെ വിളിക്കുന്നുണ്ടാകും. പക്ഷെ പോകാതെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു മനുഷ്യനെ സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഇങ്ങനെ ക്രൂശിക്കരുത്, ഇങ്ങനെ വേദനിപ്പിക്കരുത്, ഇങ്ങനെ അയാളെ ശിക്ഷിക്കരുത് എന്നേ പറയാനുള്ളൂ. ഇത് പരിശോധന പൂർത്തിയാക്കിയാൽ താക്കോൽ ഡോക്ടർ ഹാരിസിനോ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റിനോ കൈമാറും. പരിശോധന ഇന്ന് പൂർത്തിയാകും എന്നാണ് പറയുന്നത്. ഇത് മുറി കുത്തി തുറന്ന് വേറൊരു പൂട്ടിയതിൽ ദുരൂഹതയുണ്ട്. പലതും അതിനകത്ത് സംഭവിച്ചിരിക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫയലുകൾ ഒരു വേള നഷ്ടപ്പെട്ടിരിക്കാം തുടങ്ങിയ സംശയങ്ങളാണ് ഡോക്ടർ ഹാരിസ് ഉന്നയിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ വാർത്താ സമ്മേളനത്തിലും ഇയാളിപ്പോൾ ഈ KGM-CTA ഇവരുടെ അസോസിയേഷൻ കൊടുത്ത മറുപടിയാണ് ഇത്. കാരണം രണ്ടുപേരും മെമ്പേഴ്സാണ്. അപ്പം ഡോക്ടർ PK ജബ്ബാർ കൊടുത്ത മറുപടി ഒരു അസോസിയേഷനാണ്, സർക്കാരിനോ സർക്കാർ സംവിധാനങ്ങൾക്കോ അല്ല. അപ്പം ഇതിനകത്ത് എന്താണ് നടന്നത്? ഈ മോഡ്സിലോസ്കോപ്പ് ശരിക്കും കാണാതെയായോ? കഴിഞ്ഞ ദിവസം ഈ സാധനം കണ്ടെത്തി എന്ന് പറയുന്നു. പക്ഷേ അത് പുതിയ മോഡ്സിലോസ്കോപ്പാണ്, പഴയ മോഡ്സിലോസ്കോപ്പ് അല്ല എന്ന് തുടങ്ങിയ ചില വാദങ്ങളൊക്കെ വന്നിരുന്നു. ഇത് ഈ മനുഷ്യനെ മനഃപൂർവ്വം തേജോവധം ചെയ്യാനും ഇല്ലാതാക്കാനും അല്ലെങ്കിൽ ഇയാളെ ശിക്ഷിക്കാനും ഇയാളെ അപമാനിക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഇനിയും ഇത് തുടർന്നു കഴിഞ്ഞാൽ ജനം പ്രതികരിക്കും, ശക്തമായി പ്രതികരിക്കും. ആരോഗ്യ കേരളം നമ്പർ 1 എന്നൊക്കെ പറയാം. പക്ഷെ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം കഷ്ടം തന്നെയാണ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ
പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.